പിന്നെ ഇടവക്കൂറ്, കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ അര. അതായത് ആദ്യത്തെ ആ ഒരു ഇടവക്കൂറുകാരുടെ ആദ്യത്തെ ഒരു 6 മാസക്കാലം അത്ര നന്നായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് വളരെ നല്ല കാലമായിരിക്കും. നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സ് തീരെ പ്രതീക്ഷ കൈവിട്ടു പോകുന്ന അവസരത്തിൽ പോലും ഭഗവാന്റെ കൃപകൾ കൊണ്ട് നിങ്ങളുടെ കുടുംബ പരദേവതയെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും നമുക്ക് 6 മാസങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ ഈ ട്യൂഷൻ സെൻറ്റർ, അതുപോലെ തന്നെ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രവൃത്തി ചെയ്യുന്നത്, അതായത് കോച്ചിങ് സെൻറ്ററുകൾ, PSCയുടെ കോച്ചിങ് സെൻറ്ററുകൾ, പിന്നെ നമ്മൾ വീട്ടിലിരുത്തി ട്യൂഷൻ എടുക്കുന്നു, അങ്ങനെ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെ ബുക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വർഷം വളരെ നല്ല ഒരു സാമ്പത്തിക ലാഭം, അവർക്ക് ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക പ്രയോജനം ഉണ്ടാവുന്ന വർഷമായിരിക്കും. പിന്നെ നിങ്ങളുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം നിങ്ങൾക്ക് ആരുടെയെങ്കിലുമൊക്കെ ശല്യം, അല്ലെങ്കിൽ നമുക്കതിൻ്റെ വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ക്ലേശങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പേപ്പർ വർക്കുകൾ നിങ്ങൾക്ക് നന്നായിട്ട് നടത്താൻ പറ്റുന്നില്ല, അങ്ങനെ അല്ലെങ്കിൽ ജോലിക്കാർ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നില്ല, ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ, അതായത് ആ ഓഫീസിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് നമുക്ക് ജോലി ചെയ്യാനും അവിടുന്ന് ധാരാളം ധനം സമ്പാദിക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ്. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട്, നിങ്ങളൊരു വാടകയ്ക്കാണ് നിങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആ സ്ഥലം വാങ്ങിച്ച് അവിടെ ബിൽഡിങ് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ കെട്ടിടത്തിൽ നിങ്ങൾക്ക് ആ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ ചില നിങ്ങൾ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ട് അലട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിനകത്ത് വലിയൊരു സംഖ്യ നമ്മൾ ആശുപത്രി വാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടി, ഭാര്യയുടെ ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദുർച്ചെലവല്ല, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മൾ ആശുപത്രിയുടെ ഒരാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതലായിട്ടുള്ള ധനം നമുക്ക് ചിലവാകുന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ നമുക്കത് തുലവും കുറയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ശൈവമായിട്ടുള്ള പ്രാർത്ഥന നിങ്ങളെ അതിന് സഹായിക്കും. പിന്നെ രോഗദുരിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇങ്ങനെ അസിഡിറ്റി, അല്ലെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടുള്ള ചില ക്ലേശങ്ങൾ, ഇതൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വാക്കുതർക്കങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ നമ്മൾ ആരെയും വെല്ലുവിളിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്താതെ നമ്മൾ സമാധാനപരമായിട്ട് ജീവിക്കേണ്ടതാണ്. പിന്നെ മഹാലക്ഷ്മി അഷ്ടകം, ദേവിയായിട്ട് ബന്ധപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ തൊഴുവോ അല്ലെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകമൊക്കെ ജപിക്കുന്നത് നിങ്ങൾക്ക് വരുന്ന ചെറിയ ചെറിയ തടസ്സങ്ങൾ, ചെറിയ ചെറിയ ക്ലേശങ്ങൾ ഒക്കെ മാറും, നന്നായിട്ട് പോകും. പിന്നെ അടുത്ത 6 മാസത്തിന് ശേഷം വളരെ നല്ല കാലം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്.